ഓഫീസിലൊരു സാധാരണ ദിവസം നവമി പതിവ് പോലെ തൻ്റെ സീറ്റിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. നവമിയെ സാറ് വിളിക്കുന്നു. ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞു. അവൾ പതുക്കെ ക്യാബിനിലേക്ക് നടന്നു. അവളുടെ നെഞ്ചിടിപ്പിൻ്റെ വേഗത കൂടി. എന്തിനായിരിക്കും എന്നെ വിളിച്ചത്? അവളുടെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരുന്നു. ക്യാബിനിലിരിക്കുന്ന ആകാശിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. നീയാണോ നവമി? അതെ. നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ലല്ലോ. ഇല്ല സാർ. എൻ്റെ മകനുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം? അവൾ പെട്ടെന്ന് നിശബ്ദയായി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ കുടുംബം ഒരു സാധാരണ കുടുംബമല്ല. എനിക്കറിയാം സാർ. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്താം. അവളൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു കാര്യം, ഇനി ഒരു തവണ കൂടി പറയേണ്ടി വന്നാൽ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അവളൊന്നും മിണ്ടാതെ ക്യാബിന് പുറത്തിറങ്ങി. പിന്നീട് ആരോടും ഒരു അക്ഷരം പോലും മിണ്ടാതെ ബാഗ് എടുത്തവൾ പുറത്തേക്ക് പോയി. അവൾ പോയതോടെ ഓഫീസിലുള്ള ആളുകൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങി. സാറും നവമിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഈ സംഭവത്തിന് ശേഷം നവമിക്ക് ഓഫീസിലേക്ക് തിരികെ വരാൻ പേടിയായിരുന്നു. എങ്കിലും അവൾക്കിത് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഈ ജോലി അവളുടെ കുടുംബത്തിന്റെ ആശ്രയം കൂടിയായിരുന്നു. പിറ്റേ ദിവസം അവൾ ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, ഈ ബന്ധം ശരിയാണോ എന്ന്. ഓരോരുത്തരുടെയും വാക്കുകൾ, ചർച്ചകൾ എല്ലാം അവളുടെ ചെവിയിലും പതിക്കുന്നുണ്ടായിരുന്നു. തന്റെ സീറ്റിലിരിക്കുമ്പോഴും അവളുടെ മനസ്സ് എവിടേക്കോ ആയിരുന്നു. നവമിക്ക് റിസപ്ഷനിൽ നിന്നൊരു കോള് വന്നു. ഒരു വിസിറ്റർ നവമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അറിയിക്കുന്നു. റിസപ്ഷനിൽ ആകാശിന്റെ അമ്മ. ഗൗരവം നിറഞ്ഞ മുഖം, കണ്ണുകളിൽ കടുപ്പം. നീയാണോ നവമി? അതെ. ശരി, എങ്കിൽ എന്നോടൊപ്പം പുറത്തേക്ക് വരൂ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്നെ ഞാൻ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യാത്തതിന് കാരണം നിന്നെപ്പോലൊരു പെണ്ണ് എൻ്റെ മകന്റെ പുറകെ നടക്കുകയാണെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് നിന്നോട് അവിടെ വെച്ച് ഞാൻ സംസാരിക്കാതിരുന്നത്. എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ മകന്റെ പുറകെ അങ്ങ് കൂടിയേക്കാം എന്ന് വിചാരിച്ചോ? അവന്റെ പണം കണ്ടിട്ടാണോ നീ വിടാതെ പിടിച്ചിരിക്കുന്നത്? നീ ഒരു നല്ല പെൺകുട്ടിയാകാം, പക്ഷെ ഞങ്ങളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ലൈഫല്ല നിങ്ങളുടേത്. അതുകൊണ്ട് എന്റെ മകന്റെ ലൈഫിൽ നിന്ന് മാറി നിന്നു. അല്ലെങ്കിൽ അതിനുള്ള പ്രത്യാഘാതം നീയും നിന്റെ പാവപ്പെട്ട കുടുംബം അനുഭവിക്കേണ്ടി വരും. ഭയവും സങ്കടവും കാരണം അവൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. സങ്കടം കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയായിരുന്നു. നീ തന്നെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോണം. ഇനി എന്നെ കൊണ്ട് പറയാൻ നീ ഇടവരുത്തരുത്. നവമി ഒരു വാക്കുപോലും പറയാതെ കരയുക മാത്രം ചെയ്തു. ആകാശിൻ്റെ അമ്മ നവമിക്ക് വാണിംഗ് കൊടുത്തിട്ട് തിരികെ പോയി. നവമി കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അവളുടെ ഹൃദയത്തിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാവുന്നു. ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് കുറച്ചു പേർ പോയിരുന്നു. നവമി കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. ആകാശിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ കടൽ പോലെ കിടന്നു. അവളുടെ ഹൃദയം പൊട്ടിത്തെറിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. എത്ര ശ്രമിച്ചിട്ടും ആകാശിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ നിന്നും മായുന്നില്ലായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു. ദൈവമേ, എനിക്കിതിൽ നിന്ന് പുറത്തു പോകാനുള്ളൊരു വഴി പറഞ്ഞു തരണേ. അവൾ നേരെ ആകാശിൻ്റെ റൂമിലേക്ക് ചെന്നു. ഓ നവമിയോ, നീ എന്താ പോകാതിരുന്നത്? സാർ, എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. നീ എന്താണ് പറഞ്ഞു വരുന്നത്? അല്ല സാർ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ജീവിതം ഞാൻ കാരണം ഇതിനകത്തൊരു കോട്ട സംഭവിക്കാൻ പാടില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നു. സ്റ്റോപ്പ്. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണോ പറയുന്നത്? നിനക്ക് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത്? ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് നിനക്കറിയാം. നിന്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും എനിക്ക് തള്ളി നിൽക്കാൻ കഴിയില്ല. ഇതൊരു അട്രാക്ഷൻ അല്ല, ഇതെൻ്റെ ജീവിതമാണ്. നീ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പൂർണ്ണമാകും. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തെ എനിക്ക് പേടിയാണ്. എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. നീ എന്നെ വിട്ടുപോകാൻ പാടില്ല. അവൾ വിറയലോടെ പറഞ്ഞു. എനിക്ക് പേടിയാണ്. കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. നീ എന്തിനാണ് കരയുന്നത്? നിന്റെ കണ്ണുനീര് കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു നിമിഷം അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. അവളുടെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും അതിനെ നേരിടും. കണ്ണുനീര് കാരണം നവമിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. നവമി പതിവ് പോലെ രാവിലെ തന്നെ എത്തിയിരുന്നു. ഇന്ന് എന്തോ ഓഫീസിലെ അന്തരീക്ഷത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു. നവമിക്ക് HR ഡിപ്പാർട്ട്മെന്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെല്ലുക. നവമി അകത്തേക്ക് കയറി. അവിടെ HR മാനേജറും ആകാശിന്റെ അച്ഛനും ഇരിക്കുന്നു. സിറ്റ് നവമി, HR മാനേജർ പറഞ്ഞു. അവൾ പേടിയോടെ അയാൾക്ക് മുന്നിലിരുന്നു. കമ്പനി റീസ്ട്രക്ചറിങ് നടക്കുകയാണ്. നിങ്ങളുടെ പൊസിഷൻ ഈ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. ഒരു നിമിഷം നവമിക്കൊന്നും കേൾക്കാൻ സാധിച്ചില്ല. ഇത് മാനേജ്മെന്റിന്റെ ഡിസിഷനാണ്. ആകാശിന്റെ അച്ഛൻ മിണ്ടാതെയിരുന്നു. പക്ഷെ കണ്ണുകളിൽ കാടിനെ അറിയാൻ പറ്റുമായിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ?
ഇല്ല, പിന്നെ എന്തിനാണ് എന്നെ പറഞ്ഞു വിടുന്നത്? ഈ ജോബ് എനിക്ക് വളരെ ആവശ്യമാണ് സാർ. അവളുടെ ശബ്ദം തകർന്നുപോയി. ആരും ഒന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഓഫീസിലെ ഇടനാഴിയിലൂടെ അവൾ പതുക്കെ നടന്നു. അവളുടെ ഓരോ ചുവടുകൾക്ക് ഭാരം അനുഭവപ്പെട്ടു. ക്യാബിന് പുറത്തിറങ്ങിയപ്പോൾ ആകാശ് അവിടെ ഇരിക്കുന്നത് കണ്ടു. നവമി ഒരു നിമിഷം അവനെ നോക്കി നിന്നു. ഇന്നെൻ്റെ ഇവിടുത്തെ അവസാന ദിവസമാണ്. അവൾ പിന്നെ അവിടെ നിന്നില്ല. ആകാശ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. നവമിയുടെ സീറ്റ് ശൂന്യമായിരുന്നു. അവൾ എവിടെ പോയി? അവൻ ചിന്തിച്ചു. അവനൊരു സ്റ്റാഫിനോട് ചോദിച്ചു, നവമി ഇന്ന് വന്നില്ലായിരുന്നോ? വന്നിരുന്നു സാർ. അവൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയി? അത് സാർ, ഒരു പ്രശ്നമുണ്ട്. നവമി HR റൂമിൽ പോയിരുന്നു. അവിടുന്ന് വന്നതിന് ശേഷം അവൾ ഭാഗമെടുത്ത് തിരികെ വീട്ടിലേക്ക് പോയി. ആകാശിന് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിച്ചു എന്ന്. അവൻ നേരെ HR റൂമിലേക്ക് ചെന്നു. നവമി എവിടെയാണ്? HR മാനേജർ പറയാനൊന്നും മടിച്ചു. സാർ, ഷീ ഹാസ് ബീൻ റിലീവ്ഡ്. ഒരു നിമിഷം ആകാശിന്റെ ശ്വാസം നിലച്ചുപോയി. ഉറച്ച ശബ്ദത്തിൽ അവൻ ചോദിച്ചു, ഹു അപ്രൂവ്ഡ് ദിസ്? മാനേജ്മെന്റ്. ആരാണ് ഈ മാനേജ്മെന്റ്? അവന്റെ ശബ്ദം ഉയർന്നു. സാറിന്റെ ഡാഡ്. ആകാശ് നേരെ അച്ഛന്റെ മുറിയിലേക്ക് ചെന്നു. എന്നോടിത് വേണ്ടായിരുന്നു. ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? നിങ്ങൾക്ക് അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ എന്താണ് അവകാശം? കമ്പനി എന്റേതാണ്. അത് തന്നെയാണ് എൻ്റെ അവകാശവും. അവൾ ഇവിടുത്തെ എംപ്ലോയി മാത്രമല്ല, അവൾ എൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വിട്ടത്. നിന്റെ ജീവിതം, നിന്റെ നിലവാരം എല്ലാം നീ മറക്കുന്നു. നിന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനമായിരുന്നു. ഇതൊരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി. നമ്മുടെ നിലവാരത്തിനൊപ്പം ഇവൾ വരില്ല. എന്നെ സംബന്ധിച്ച് അവൾ എനിക്ക് ചേരുന്നവൾ തന്നെയാണ്. നിങ്ങൾക്ക് അവളെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയും, പക്ഷെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അവൻ പുറത്തേക്ക് നടന്നു. എന്ത് ചെയ്യണമെന്ന് അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. നവമി ഈ സമയം കരഞ്ഞുകൊണ്ട് ബസ്സിലിരിക്കുകയായിരുന്നു. കാർ പാർക്കിങ്ങിൽ നിൽക്കുന്ന സമയം അവൻ നവമിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഓരോ തവണയും സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. അവൻ പിന്നീടൊന്നും ആലോചിച്ചില്ല. ഓഫീസിൽ നിന്ന് നവമിയുടെ അഡ്രസ്സ് എടുത്തു. ഫോണിൽ വീട്ടിലെ ലൊക്കേഷൻ ഇട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നു. ഈ സമയം നവമി വീടിന്റെ ജനാലയുടെ സൈഡിൽ നിന്ന് ഇന്നുണ്ടായ സംഭവങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ കലങ്ങി മറിയുകയായിരുന്നു. ആ സമയത്താണ് വാതിൽ ഒരു മുട്ട് കേട്ടത്. സാർ എന്താ ഇവിടെ? നീ എന്നോട് പറയാതെയല്ലേ പോന്നത്? എനിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് വേണ്ടത് നിന്നെയാണ് ഞാൻ പലതവണ പറഞ്ഞതല്ലേ. എന്നോടൊരു വാക്കുപോലും പറയാതെ പോന്നപ്പോൾ നിനക്ക് സന്തോഷമായി കാണുമല്ലോ. ഇല്ല, എനിക്കുമില്ല. കാരണം നീയില്ലാതെ എനിക്ക് എന്ത് സന്തോഷമാണ്. ഈ സമയം അവളുടെ അച്ഛനും അമ്മയും അവിടേക്ക് ഇറങ്ങി വന്നു. ഇതാരാണ് മോളെ? അച്ഛാ, ഇദ്ദേഹമാണ് എൻ്റെ ഓഫീസിലെ ബോസ്. അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ അടച്ചത് ഇദ്ദേഹമാണ്. അമ്മ അപ്പോൾ തന്നെ കൈകൂപ്പി പറഞ്ഞു, സാറേ, ഒരുപാട് നന്ദിയുണ്ട്. സാറ് കാരണമാണ് ഇദ്ദേഹം ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ആകാശ് അവരോട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട. എൻ്റെ കടമയാണ് ഞാൻ ചെയ്തത്. ഞാനിപ്പോൾ വന്നത് നവമിയെ എനിക്കിഷ്ടമാണ് എന്ന് പറയാനാണ്. അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛനും അമ്മയും ഞെട്ടിപ്പോയി. ഇത്രയും കാശുകാരനായ ഒരാൾ പാവപ്പെട്ട വീട്ടിലെ എൻ്റെ മകളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഈ ബന്ധം ശരിയാകില്ല സാർ. സാറിൻ്റെ കുടുംബക്കാർ ഇത് സമ്മതിക്കില്ല. എൻ്റെ മകളെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. എൻ്റെ വീട്ടുകാർ സമ്മതിച്ചാൽ നിങ്ങൾ ഇവളെ എനിക്ക് തരുമോ? സാറിൻ്റെ വീട്ടുകാർ സമ്മതിച്ചാൽ എൻ്റെ മകളെ ഞങ്ങൾ കൈപിടിച്ച് തരാം, നവമിയുടെ അമ്മ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണ്. നാളെ രാവിലെ ഞാൻ വരാം. നവമിയെ എന്നോടൊപ്പം എൻ്റെ വീട് വരെ ഒന്ന് വിടണം. നവമിയെ കൊണ്ട് ചെന്ന് എൻ്റെ വീട്ടിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ശരി, എങ്കിൽ ഞാൻ പോകുവാണ്. നീ എന്നോടൊപ്പം നാളെ വരണം, ആകാശ് നവമിയോട് പറഞ്ഞു. വരാം. ആകാശ് രാവിലെ തന്നെ വന്ന് അവളെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഭയം കാരണം അവൾ പറഞ്ഞു, എനിക്ക് അകത്തേക്ക് വരാൻ പേടിയാണ്. അകത്തേക്ക് കയറി അവൾ കാണുന്നത് ഹാളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെയും അമ്മയും ആണ്. ഇവളെന്താ ഇവിടെ? അച്ഛൻ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. അമ്മ ചോദിച്ചു, നീ എന്തിനാ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ ഇവളെയും കൊണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങിക്കോണം. ആകാശ് അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ കുടുംബമാണ്. ഇന്നലെ കണ്ട എനിക്ക് വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയും വേണ്ടെന്ന് വെക്കരുത്. ഞാനാണ് പോകേണ്ടത്. പ്രണയമല്ല ഈ ലോകത്തിലെ ഏറ്റവും വലുത്. അച്ഛനും അമ്മയുമായിട്ടുള്ള രക്തബന്ധമാണ്. ഇവൾ പറയുന്നതെല്ലാം കേട്ട് അച്ഛനും അമ്മയും നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ മറ്റൊന്നും പറയാതെ അവൾ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം ആകാശിനമ്മ അവളെ തിരികെ വിളിച്ചു. ഞങ്ങൾക്ക് തെറ്റുപറ്റി മോളെ. നീ ഒരുപാട് നല്ലവളാണ്. പണം കൊണ്ടല്ല ഒരാളുടെ മനസ്സളക്കേണ്ടത്. നീ വീടിന് ഐശ്വര്യമായി തീരും. എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് നീ ഇവിടേക്ക് വരണം. ഇതെല്ലാം കണ്ട് ആകാശിൻ്റെ അച്ഛനും പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം മോളെ. നിന്നോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു.
എൻ്റെ മകൻ നിന്നെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ്. പിന്നീടുള്ള ദിനങ്ങൾ അവർ പ്രണയത്തിനായി മാത്രം മാറ്റിവെച്ചു. അവരുടെ സന്തോഷത്തിലേക്ക് ഇടപെടാൻ ആരും ചെന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല, നവമി പറഞ്ഞു. ഇതിലും കൂടുതലാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ആകാശ് പറഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നാടറിഞ്ഞ ആഘോഷമായിട്ട് ആകാശിൻ്റെ നവമിയുടെ വിവാഹം നടക്കുന്നു. ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാതിരുന്ന ജീവിതം നേടിയതിനു ശേഷം അവൾ പറഞ്ഞു, ജീവിതം എളുപ്പമല്ല, പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാവും. പക്ഷേ രണ്ട് ഹൃദയങ്ങൾ സത്യമായി ചേർന്നാൽ പ്രണയം തോൽക്കില്ല.